മൗലവിന്റെ തലച്ചോറ് എങ്ങനെയുണ്ട്? 84 ഇറങ്ങാൻ തുടങ്ങിയ അല്ലിർഫാദിന് വഞ്ചനുണ്ട് എന്ന് 73 അവതാരികയുടെ ബുക്കിൽ എങ്ങനെ വന്നു മൗലവി? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ പുസ്തകത്തിൽ പിന്നീട് ഉസ്താദ് എഴുതിക്കൊട്ട പുസ്തകം ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും എന്നതല്ല, മറിച്ച് ആണ്ട് നേർച്ച എന്തല്ല എന്ന് ഷിഹാബുദ്ദീൻ അഹ്മദ് സാലിയാത്തിയുടെ ഫത്വയാണെന്നും പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് ഇത് വിവർത്തനം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒപ്പിട്ട് കൊടുത്തതാണ്. അത് പിന്നെ കൊണ്ടുപോയിട്ട് ഇർഫാദിനെതിരെ വരെ എഴുതിയ ഒരു ബുക്കിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോയി ചേർത്തവരാരാന്ന് നമുക്കറിയില്ല. കെ മുഹമ്മദ് കോയ ഇപ്പൊ മരണപ്പെട്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ ഒരു വയസ്സുള്ള ആളാണ്, അയാൾ ആരോ പറ്റിച്ചതായിരിക്കും. ഇതാണ് അതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അല്ലെങ്കിൽ മൗലവി ഒരു കാര്യം പറ, 73 എഴുതിയ ബുക്കിൽ 84 മാസികന്റെ പേരുണ്ടാവും, അതിൽ വഞ്ചന നടത്തിയ ചരിത്രം ഉണ്ടാവും മൗലവി ഒന്ന് പറ. നമുക്കതാ കേൾക്കേണ്ടത്. മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം. സുന്നികളാണോ പറഞ്ഞത് സത്യമായിരിക്കും, മുജാഹിദാണോ പറഞ്ഞത് കളവായിരിക്കും. കേട്ടോ, ഞാൻ സുന്നിയാണ്, ഞാൻ പറഞ്ഞത് സത്യം. തെളിയിക്കട്ടെ മൗലവി. അതൊന്ന് കാണിച്ചു. ഞാനിവിടെ ഒരു പുസ്തകം വായിച്ചു, ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും ഞാൻ ചുരുക്കി പറയണതൊക്കെ പിന്നെ നിങ്ങൾക്ക് കാണാം. ഈ ആണ്ട് നേർച്ചയും അപവാദങ്ങൾ എന്നുള്ള പുസ്തകം വായിച്ച് ആ പുസ്തകത്തിൽ മുട്ടും വിളിയും കരിമരുന്നും കുഴൽ വിളിയും ഒക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. കരിമരുന്നൊക്കെ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരമാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ എന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ചിരുന്നു. 1973 ഡേറ്റ് വെച്ചുകൊണ്ട് കാന്തപുരം എന്ന് പ്ലേസും എഴുതിയിട്ട് വിനീതൻ AP അബൂബക്കർ മുസ്ലിയാർ MFB എഴുതിയത് മാത്രല്ല, നിങ്ങൾ ഈ അവതാരികയെ കുറിച്ച് എന്താ അവതാരികയിൽ മൂപ്പരെന്താ പറഞ്ഞതെന്നറിയോ? മൂപ്പര് ഈ അവതാരികയിൽ പറഞ്ഞതെന്താ കേട്ടോണേ. മഹാനായ മർഹൂം ശാലിയാത്തി അവരുടെ പാവന സ്മരണ നിലനിർത്തുവാൻ നിയുക്തമായ പ്രസിദ്ധീകരണ ബ്യൂറോവിന്റെ പ്രഥമ പ്രസിദ്ധീകരണമായ ആണ്ടുനേർച്ചകൾ എന്തല്ല എന്ന ഈ പുസ്തകത്തിന് ഒരവതാരിക എഴുതുവാൻ അനുഗ്രഹിച്ച അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. കാന്തപുരവരുന്നത് അയാൾ ആദ്യം പറഞ്ഞതിന്റെ പേര് ആണ്ട് നേർച്ചയും. ഇത് മുന്നിൽ നിന്ന് കേട്ട് ചിരിച്ചോണ്ടില്ലേ മുജാഹിദ്? നിങ്ങളെ നരകത്തിലെത്തിച്ചിട്ടും ചിരിക്കൂലേ ഈ മൗലവി? നരകത്തിലെത്തിച്ചിട്ട് ചിരിക്കൂ. ഇബ്ലീസിന്റെ പണിയാണ് പറ്റിക്കേണ്ടത് നിങ്ങളെ. ഞാനിത് പഠിക്കുന്ന മുജാഹിദിനോട് സഹതാപം തോന്നിയില്ല. ഈ മൗലവിമാർ നിങ്ങളെ വഞ്ചിക്കാണ്. എന്റെ പല പേരോട് പറഞ്ഞു, കഥകൾ പറഞ്ഞു, നിങ്ങളെ വഞ്ചിക്കാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. പെട്ടെന്ന് പറയുന്നത് മനസ്സിലാവില്ല. ആദ്യം പറഞ്ഞ ചേർന്ന് പിന്നെ പറയുന്നത് അത് നിങ്ങൾ ചിന്തിക്കില്ല. അതാ അയാൾ ഇടയ്ക്ക് നിങ്ങളോട് പൊട്ടന്മാരെ പൊട്ടന്മാരെ മനസ്സിലാവില്ല. മുഴുവൻ പൊട്ടന്മാരാണല്ലോ. എന്തൊരു സംഘടന. പിന്നെയും മൂപ്പര് അതെന്നെ ഇങ്ങനെ പറയാൻ, ഈ എന്തൊരു സങ്കടമാണ് ഈ മനുഷ്യന്റെ കാര്യം. ഇനി മൂപ്പര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചാലിയത്തിന് നിങ്ങൾ തള്ളോ, അതുപോലെ തന്നെ നിങ്ങൾ ഇമാമിങ്ങളെ തള്ളോ? ഞങ്ങളുടെ ഒറ്റ ഇമാമിനെയും ഒരു പണ്ഡിതനെയും ഞങ്ങൾക്ക് തള്ളേണ്ട യാതൊരു ആവശ്യവും